എന്താ മോനെ, എന്ത് പറ്റി? കൂട്ടുകാരായിട്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തതാണ്, ഒരു ഓഫ് റോഡ് ട്രിപ്പ്. അപ്പോൾ ഒരു ഫ്രണ്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കാലുമാറി. നിനക്ക് വണ്ടിയല്ലേ വേണ്ടത്? ഓഫ് റോഡിന് പറ്റിയ അടിപൊളി വണ്ടി നമുക്ക് സെറ്റാക്കടാ. മതി മുത്തേ, പൊളിച്ച്. അപ്പോൾ ഇച്ചി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മഹീന്ദ്രൻ്റെ ഏറ്റവും പുതിയ മോഡലായ മഹീന്ദ്ര താറിൻ്റെ 4x4 മഹീന്ദ്ര താറിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും അല്ല, ഒരു സ്റ്റൈലിഷ് റിവ്യൂ ആണ്. ഈ ഒരു വാഹനം ഇതിൻ്റെ മുതലാളി സ്വന്തമാക്കിയിട്ട് ഏകദേശം 3 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പുതിയൊരു വണ്ടിയാണിത്. നമുക്കിതിൻ്റെ പുറമേയും ആദ്യമേയും ഒക്കെ എങ്ങനെയുണ്ടെന്നും മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലോട്ട് വരുന്ന സമയത്ത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് വലിയൊരു ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ മഹീന്ദ്രൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ ബമ്പറിൽ തന്നെ മുകൾ ഭാഗത്തായിട്ട് താറിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റേഡിയേറ്റർ ഗില്ല് ഒരു ജയിലറ പോലെ തോന്നിപ്പിക്കുന്ന ഒരു റേഡിയേറ്റർ ഗില്ലാണ്. അതുപോലെ വലിയ ഹെഡ്ലൈറ്റാണ്. പിന്നെ 2 സൈഡിലും DRL കൊടുത്തിരിക്കുന്നു. അതുപോലെ നമ്മുടെ പഴയ മഹീന്ദ്രയുടെ ജീപ്പിലൊക്കെ ബോണറ്റിൻ്റെ ക്ലാഡിങ്ങുകൾ അപ്പുറത്തൊക്കെ കാണാൻ സാധിക്കും. അതേപോലെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ താറിൻ്റെ ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4x4 ഈ ഒരു താറിൻ്റെ വണ്ടിയുടെ തന്നെ ഒരു വികാരമാണ് 4x4ൻ്റെ ഒരു ബാഡ്ജിങ്. പിന്നെ ടെയിൽ ലാമ്പിലും താറിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. മഹീന്ദ്ര താറിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണിത്. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് വന്നിട്ട് 255/65 ആണ്. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരുമ്പോൾ തന്നെ സിയറ്റിൻ്റെ ടയേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, വളരെ വലിയൊരു സൈഡ് വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിലും താറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൻ്റെ ഹിഞ്ചസ് ഒക്കെ നല്ല വർക്ക് ചെയ്തിരിക്കുന്നത്, നല്ല ഫിനിഷിംഗ് ആയിട്ടാണ്. ഒറ്റ വെൽഡിംഗ് ഒന്നും കാണാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ട് ഫ്രണ്ടിൽ 2 ഡിസ്കും ബാക്കിൽ ഡ്രം സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോണറ്റിൻ്റെ ഹിഞ്ചസ് ഒക്കെ ഉള്ളിലേക്ക് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല 2 വലിയ വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഈ ഒരു ഹാർഡ് ടോപ്പിൻ്റെ ഈ ഒരു വിൻഡോ. ഇതിന് നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ അതുപോലെ കാട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അകത്തിരുന്നുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ വളരെ അനായാസമായിട്ട് വ്യക്തതയോടു കൂടി കാണാൻ സഹായിക്കുന്ന ഗ്ലാസ്സാണ് ഇത്. ഈ ഒരു വിൻഡോ ഒക്കെ കൊടുത്തിരിക്കുന്നത് 2 സൈഡിലും പുറകിലും ഇതേ സെയിം വിൻഡോ ഉണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് കയറാം. നല്ല സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും വലിയ സൗണ്ടൊന്നുമില്ല. അകത്ത് തന്നെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഡോറിൻ്റെ സൈഡിൽ താറിൻ്റെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ കയറി പോകുന്ന ആ സ്ഥലത്ത് മഹീന്ദ്രൻ്റെ ഒരു ലോഗോ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സീരിയൽ നമ്പറൊക്കെ ഉള്ള ഒരു ബാഡ്ജിങ് കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ വാട്ടർ ബോട്ടിലും അങ്ങനെ വെക്കാനുള്ള ഹോൾഡേഴ്സും കപ്പ് ഹോൾഡേഴ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ നല്ലൊരു ഫിനിഷിംഗ് ആണ്. അതുപോലെ ആംബ്രസ്റ്റ് പോലെ ഒരു ചെയ്തെടുത്തിട്ടുണ്ട് ഡോറിൻ്റെ ഒരു സൈഡിൽ തന്നെ. നല്ല ലക്ഷറി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് ഈ ഒരു ഡോറിൻ്റെ സൈഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതിമനോഹരമായ റൗണ്ട് ഷേപ്പിലുള്ള AC വെൻറ്റുകളാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് AC-ക്ക് വേണ്ടിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കാനായിട്ടുള്ള ഹോൾഡിംഗ് സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ടച്ച് പാഡിലും AC ആണെങ്കിലും സ്റ്റീരിയോ സിസ്റ്റം ആണെങ്കിലും തന്നെ ബട്ടൺസും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ലിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ട് ആക്കിയതിന് ശേഷമാണ് ബാക്കിലത്തെ പുറകിലോട്ട് കയറുന്ന ആൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു സ്പീക്കറും അതുപോലെ ഗ്ലോബോസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഗ്ലോബോസിന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോൾഡിങ്ങിന് കൊടുത്തിരിക്കുന്ന ഹോൾഡറാണിത് പിടിച്ചിരിക്കാനായിട്ട്. പിന്നെ വലിയൊരു ടച്ച് പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ഇതേപോലെ പഴയ ഗതിയിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അകത്തേക്ക് നല്ല ഈസി ആയിട്ട് കടക്കാൻ പറ്റും. പുറകിലോട്ടൊന്ന് പോയി നോക്കാം.
ഉള്ളിലേക്ക് പുറകുവശത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആണ് എന്ന് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അത്യാവശ്യം രണ്ടാൾക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മൊത്തം. പിന്നെ വളരെ സെൻട്രൽ കൺസോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ സ്റ്റിയറിങ്ങിലെ കൺട്രോൾ ബട്ടൺസ് എല്ലാം മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും അതുപോലെ കോൾ ഹാൻഡ്സ് ഫ്രീ സിസ്റ്റമൊക്കെ സ്റ്റിയറിങ്ങിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് വലിയൊരു സ്ക്രീൻ ഉണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രൽ വോളിയം കൺട്രോൾ നോബ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് ഫ്രീ ഫെസിലിറ്റിൻ്റെ ബട്ടൺസ് എല്ലാം അവിടെ അടിയിലായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുന്തോറും AC-യുടെ കൺട്രോൾ നോബ്സും ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കേണ്ട USB-യും അതുപോലെ ചാർജിങ് പോർട്ടും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോസ് സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എയർ ബാഗോട് കൂടി വരുന്ന ഒരു വലിയൊരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മോൾ വശം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെറിയ 2 ട്യൂട്ടേഴ്സ് സെൻറ്ററിലും അതുപോലെ ഒരു ലൈറ്റും പിന്നെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ തന്നെ വലിയ 2 സ്പീക്കേഴ്സൊക്കെ അലൈൻ ചെയ്തിട്ടുണ്ട് മുകളിൽ തന്നെ. അതുപോലെ റൂഫിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പക്കാ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള റൂഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റോൾ ഗേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു വാഹനത്തിൽ ശരിക്കും എഫക്റ്റീവാണ്. കാരണം അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റോൾ ഗേജാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിക്കോട് കൂടിയ ഒരു പൈപ്പാണ് ഈ റോൾ ഗേജ് എന്ന് പറയുന്നത്. അതിന് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ഹോൾഡറും 2 സൈഡിലും 2 ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ കൊടുക്കേണ്ട ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളുമാണ് അകത്തും പുറത്തും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മഹീന്ദ്ര ഈ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാരതർക്ക് ഏറ്റവും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ വാഹനത്തിൻ്റെ കീ ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ഫ്ലിപ്പ് കീ ആണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് ലോക്കിംഗ്, അൺലോക്കിംഗ് പിന്നെ അലാം, അങ്ങനെ 3 ഫങ്ഷൻസാണ് ഈ ഒരു ഫ്ലിപ്പ് കീയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ ഡ്രൈവർ സൈഡ് ആകട്ടെ ഒരു സ്പീക്കർ സൈഡിൽ പഴയ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാംപ്സിൻ്റെ ഒക്കെ കുറച്ച് മോഡ്സും കാര്യങ്ങളുള്ള ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വലിയൊരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് വന്നിട്ട് ഓഡോമീറ്ററും ലെഫ്റ്റ് സൈഡ് RPM മീറ്ററും ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പാനൽ കാണാം, ഒരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിനകത്ത് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ താർ എന്നുള്ള ആ ഒരു ലോഗോ എംബ്ലം ഇങ്ങനെ എഴുതി വരും. അത് വളരെ കാണച്ചിരി ഗ്രാഫിക്സൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഇൻഡിക്കേഷൻസും വാർണിംഗ് ലൈറ്റും സേഫ്റ്റിയും എല്ലാ ഇൻസ്ട്രുമെൻറ്റേഷൻസും കാര്യങ്ങളും എല്ലാ സിമ്പിൾസും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സെൻറ്ററിലുള്ള സ്ക്രീനിൽ അതുപോലെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു സ്ക്രീനിനകത്ത് വണ്ടിയുടെ മോഡുകളും ഒക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 4x4 ഗിയർ എൻഗേജ് ആയോ, 2 ഹൗസിംഗ് എൻഗേജ് ആയോ എന്നുള്ളതും, അതുപോലെ തന്നെ വണ്ടി ഏത് മോഡിലാണ് കിടക്കുന്നത്, പാർക്കിങ്ങിലാണോ ഡ്രൈവ് മോഡിലാണോ കിടക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിനകത്ത് അറിയാൻ പറ്റും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് ചെക്ക് ചെയ്താലോ. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഡിക്കി സ്പേസ് വരുന്നത്. അതായത് അത്യാവശ്യം ഉയരമുള്ള ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കയറ്റി വയ്ക്കാൻ പറ്റും. ഒരുപാട് ലഗേജൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഉയരത്തിലുള്ള 2 വലിയ ഒരു ബാഗ് നമുക്ക് ഇതിനകത്ത് കയറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ ഈ വാഹനം ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഡിഗ്രേഷൻ ഉണ്ടായിരുന്നു. പലരും റിവ്യൂ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആക്ച്വലി അതൊരു നെഗറ്റീവ് അല്ല. അത് എന്തിനൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ഇതിൻ്റെ പവർ വിൻഡോയുടെ ബട്ടൺസ് സെൻറ്റർ പാനലാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് കാട്ടിലൊക്കെ വെച്ച് ഡോറുകൾ 2ഉം അഴിച്ചു വെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു കേബിൾ മാത്രം അതിൻ്റെ ക്ലിപ്പ് റിലീസ് ചെയ്ത് ഡോറ് ഈസി ആയിട്ട് അഴിച്ചു വയ്ക്കാം. അപ്പോൾ ആ പാനലുകളിൽ വരുന്ന സ്വിച്ചുകളൊന്നും കംപ്ലൈൻറ്റായി വരത്തില്ല. കംപ്ലൈൻറ്റ് വേറെ കാര്യങ്ങളൊന്നും തട്ടിയിട്ട് നമ്മൾ ഡോർ മാറ്റി വയ്ക്കുന്ന സമയത്ത് സ്വിച്ചുകൾക്ക് കംപ്ലൈൻറ്റ് വരത്തില്ല. അതുകൊണ്ടാണ് സ്വിച്ചിനെ അകത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത് ഫ്യൂൽ ലിഡ് ഡോറ്, അതായത് ഫ്യൂൽ ലിഡ് നമ്മൾ ഫ്യൂൽ അടിക്കുന്ന ആ ഒരു ഡോറ് കീ വെച്ചാണ് നമ്മൾ മാനുവലി കീ വെച്ചാണ് ഓപ്പൺ ചെയ്യുക, അതുപോലെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം. അത് അകത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അകത്ത് കൊടുക്കാത്ത ഒരു നെഗറ്റീവാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു.
അത് അകത്ത് കൊടുക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺവേർട്ടബിൾ ടോപ്പ് വരുന്ന ഈ ഒരു താറിന് അകത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൾക്കാർക്ക് അകത്ത് തന്നെ കൈയിട്ടിട്ട് അത് ഓപ്പൺ ആക്കാൻ പറ്റും ഫ്യൂലിട്ട്. അങ്ങനെ ഫ്യൂൽ മോഷ്ടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മാനുവലായിട്ട് കീ ഉപയോഗിച്ച് ആ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയാതെ പലരും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.